സർ കേൾക്കുന്നില്ല, മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല സാറ്. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ മിസ്സേ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ 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 താങ്ക് യു. സ്റ്റാർട്ട് ചെയ്തോളൂ സാർ. ഓക്കെ. ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ. വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തൃശ്ശൂർ, വിദ്യ സോഷ്യൽ എംപവർമെന്റ് സെന്റർ VSECയുടെ നേതൃത്വത്തിൽ മാനേജ് യുവർ സ്ട്രെസ് ആൻഡ് എക്സൽ ഇൻ എക്സാംസ് എ കളർഫുൾ അപ്രോച്ച് എന്നൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ടൊരു ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. വിദ്യ അക്കാഡമിയുടെ പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ അനിൽ പോൾ സാറാണ് ഈ ക്ലാസ് നയിക്കുന്നത്. അതിനു മുമ്പ് വിദ്യ അക്കാഡമിയെ കുറിച്ച് ചെറിയ ഒരു വിവരം തരാനാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ പേര് സുധൻ എന്നാണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വിഷയം വളരെ സുപരിചിതമായ ഒരു വിഷയമാണ്. സ്ട്രെസ് മാനേജ്മെന്റ് സംബന്ധിച്ച വിഷയത്തിലെ പല ക്ലാസ്സുകളും പല പ്രാവശ്യങ്ങളിൽ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കും. പക്ഷെ ഇത് സ്ട്രെസ് മാനേജ്മെന്റ് മാത്രമായിട്ടല്ല, പെർഫോം എക്സ്പെഷ്യലി വെൽ എന്ന രീതിയിൽ പരീക്ഷ പേടി മാറ്റുക എന്ന വിഷയത്തിനെ മാത്രം അധികരിച്ചുകൊണ്ടല്ല ഈ ക്ലാസ് ഇവിടെ ശ്രീ അനിൽ പോൾ സാർ നയിക്കുന്നത്. നമുക്കറിയാം, മറ്റേത് കാലഘട്ടത്തിലെ അപേക്ഷിച്ച് പരീക്ഷാ പേടിയേക്കാൾ ഉപരി ഇന്ന് നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഭയപ്പെടുന്നത് COVID-19 എന്ന മഹാമാരിയുടെ വ്യാപനം നമ്മുടെ ലോകത്തിലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെയും എല്ലാ മേഖലയും, പരീക്ഷകളെയും ക്ലാസ്സിനെയും ഒക്കെ ബാധിച്ചിരിക്കുന്നു. വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ എക്സാമും പുതിയ ഒരു അനുഭവം, പുതിയൊരു രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷയിൽ നേരിടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിലെ പരീക്ഷ പേടികൾ ഉപരി ഈ കോവിഡിന്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഈ പരീക്ഷയെ നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പരീക്ഷ നേരിടുക എന്നാണ് ഈ വിഷയത്തെ കൂടുതൽ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 3 സ്ഥാപനങ്ങളിൽ ഒരു കോളേജാണ് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തൃശ്ശൂർ. ഞങ്ങളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നിക്കൽ ക്യാമ്പസ് തിരുവനന്തപുരത്തും IT കോളേജ് തൃശ്ശൂരും പ്രവർത്തിച്ചു വരികയാണ്. 2003 ആരംഭിച്ച ഈ കോളേജ് ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നല്ലൊരു കോളേജായി മാറിയിരിക്കുകയാണ്. അതിൻ്റെതായ കാരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. MBA അക്രഡിറ്റഡ് കോഴ്സുകളെ കോളേജ് BTech ഓണേഴ്സ് കൂടി ഓഫർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം 72 വിദ്യാർത്ഥികളാണ് BTech ഓണേഴ്സിൽ തൃശ്ശൂർ ജില്ലയിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ 1ാമതും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാമതുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള അക്കാഡമിക് നിലവാരം പുലർത്തിക്കൊണ്ടാണ് ഈ കോളേജ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ വിദ്യ സോഷ്യൽ എംപവർ സെന്ററിന്റെ കീഴിലും അതുപോലെ നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന NSSന്റെ കീഴിലൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല NSS യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്ന നിരവധി തവണ അവാർഡ് കരസ്ഥമാക്കിക്കൊണ്ട്, നമുക്കറിയാം പല കോളേജുകളും പാഠ്യ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ പാഠ്യവിഷയം നിന്നുകൊണ്ട് ഒരു സാങ്കേതിക സ്ഥാപനം എന്ന നിലയ്ക്ക് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വിദ്യ മുന്നോട്ട് പോകുന്നത്. പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും, സംസ്ഥാന ജലസേചന വകുപ്പും വിദ്യ അക്കാഡമിയും സംയുക്തമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ പുഴകളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി, സംസ്ഥാന സർക്കാർ പദ്ധതി, അതിലെ തൃശ്ശൂർ ജില്ലയിൽ അത് നയിക്കുന്നത് വിദ്യ അക്കാഡമിയാണ്. അതിന് നേതൃത്വം നൽകുന്നത് അധ്യാപകർ മാത്രമല്ല, വിദ്യയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മിടുക്കനും മിടുക്കിയുള്ള കുട്ടികൾ തന്നെയാണ് വെള്ളം ശേഖരിക്കുകയും അത് ലാബുകളിൽ പരിശോധിച്ച് അതിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ജലമലിനീകരണം തടയുന്നുള്ള പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അതുപോലെ വീട് ഇല്ലാതെ കഷ്ടപ്പെടുന്ന 9 കുടുംബങ്ങൾക്ക് സ്വന്തമായി വിദ്യയിൽ NSS യൂണിറ്റ് വീട് നിർമ്മിച്ചു നൽകുന്നു. അതിന്റെ വയറിംഗ് തുടങ്ങിയ എല്ലാ ജോലികളും വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് നടത്തിക്കുന്ന 9 വീടുകൾ നിർമ്മിച്ചു നൽകുകയും, അതുപോലെ കേരളത്തിലെ ഏറ്റവും നല്ല ബ്ലഡ് ഡൊണേഷൻ യൂണിറ്റായി 3 തവണ അവാർഡ് കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ വിദ്യയിലെ NSS യൂണിറ്റും
വിദ്യയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടായ്മയായി സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് വിദ്യ മുന്നോട്ട് പോകുന്നത്. വളരെ അഭിമാനമുണ്ട്. വിദ്യ ഇന്ന് കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ലൊരു കോളേജ് ഉയരാനുള്ള സാഹചര്യം ഈ കോളേജിന്റെ മാനേജ്മെന്റ് യാതൊരു ലാഭേച്ഛയുമില്ലാതെയാണ് വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഒരു ലാഭവുമില്ലാതെ ഈ കോളേജിന്റെ നടത്തിപ്പിന് വേണ്ട ഈ കോളേജിൽ നിന്നുള്ള എല്ലാ പ്രോഫിറ്റും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ അധ്യാപകർക്കൊക്കെ വെൽഫെയറിന് ഉപയോഗിക്കുകയും ഏകദേശം 2 കോടി രൂപയോളം പഠന മികവ് ഉണ്ടായിട്ടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവരെ സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടാണ് ഈ കോളേജ് മുന്നോട്ട് പോകുന്നത് എന്ന അഭിമാനപുരസ്സരം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. വർഷം തോറും ഏകദേശം 2 കോടിയോളം സ്കോളർഷിപ്പ് നിർധന വിദ്യാർത്ഥികൾ നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സമൂഹത്തിന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്ന് മികച്ച എഞ്ചിനീയർമാരാക്കുകയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ദൗത്യമാണ് വിദ്യ അക്കാദമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് അഭിമാനത്തോടെ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. നമ്മുടെ ക്ലാസ് നയിക്കുന്ന അനിൽ പോൾ സാറ് നമ്മുടെ ലൈനിൽ തന്നെ കാത്തിരിക്കുകയാണ്. ഈ ക്ലാസിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ക്ലാസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ഒരു പരീക്ഷാ പേടി മാറ്റുക മാത്രമല്ല, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സ്ട്രെസ് ഒക്കെ കുറച്ച് വളരെ സമാധാനത്തോടെ അതേസമയം നമ്മുടെ ആരോഗ്യം, നമ്മുടെ രോഗം പകരാതിരിക്കുന്ന ശ്രദ്ധ കൂടി കൊടുത്തുകൊണ്ട് നല്ല ഒരു പരീക്ഷയെ നേരിടുകയും മുൻ വർഷങ്ങളിലെ മികച്ച വിജയമുള്ള വിദ്യാർത്ഥികളെയൊക്കെ അതിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ള വിദ്യ സോഷ്യൽ എംപവർ സെന്ററിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടി, നല്ല ഒരു ഉദ്ദേശത്തോടെ ക്ലാസ് ഇന്ന് സംഘടിപ്പിച്ചത്. ഇത് വിദ്യ സോഷ്യൽ എംപവർ സെന്ററിന്റെ 7ാമത്തെ പ്രോഗ്രാമാണ്. ഇനിയും തുടർന്ന് പ്രോഗ്രാം ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യുക, പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നന്മകൾ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വിദ്യ സോഷ്യൽ എൻവയറൺമെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത്. മികച്ച അധ്യാപകരും ക്ലാസ് നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ട്രെയിനേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ അടങ്ങുന്ന ഒരു ടീം തന്നെയാണ് ഇതിനു വേണ്ട ഏറ്റവും ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇതിലെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരെയും വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പേരിലും വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും വിദ്യ സോഷ്യൽ എംപവർ സെന്ററിന്റെ പേരിലും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സൈലന്റ് പ്രയറോടി ക്ലാസ് ആരംഭിക്കാം. ആ സൈലന്റ് പ്രയറിന് ശേഷം ഞാൻ ആഭിമുഖമായി പരിചയപ്പെടുത്തിയിരുന്നു വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറും വളരെ നല്ല രീതിയിൽ അധ്യാപകർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായി, വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നല്ല രീതിയിൽ ക്ലാസ് നയിക്കാൻ കഴിവുള്ള, വളരെ ലളിതമായി നിങ്ങളോട് കാര്യങ്ങൾ സംവദിക്കാനും നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി പഠിപ്പിക്കാനൊക്കെ പറഞ്ഞു തരാനും കഴിവുള്ള അധ്യാപകനായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ മിസ്റ്റർ അനിൽ പോൾ സാറാണ് ഈ ക്ലാസ് നയിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ക്ലാസ്സിൽ ഉടനീളം തുടർന്ന് പങ്കെടുക്കണമെന്നും ഈ ക്ലാസിന്റെ സാരാംശങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു സൈലന്റ് പ്രയറിലേക്ക് നമുക്ക് കടക്കാം. അതിനുശേഷം നമ്മുടെ പ്രിയങ്കരനായുള്ള അധ്യാപകൻ അനിൽ സാറിനെ ഞാൻ ക്ലാസ് നയിക്കാൻ ക്ഷണിക്കുന്നു. ഒരു സൈലന്റ് പ്രയർ. താങ്ക് യു. Thank you, sir. Okay. Thank you, Sudhan sir. Am I audible? Yes, sir. Yes. Yes. Okay. Thank you, Sudhan sir, for those wonderful words. ഇവിടെ ഈ ഒരു സെഷന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനിൽ പോൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇവിടെ വിദ്യയിൽ. സോ എല്ലാവരും SLC എക്സാം നമ്മൾ മാർച്ചിൽ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ SLC എക്സാമിന്റെ ഒരു അവസാനവട്ട മിനുക്ക് പണിയിലാണ് എല്ലാവരും, അല്ലേ? ഒരു അവസാനവട്ട മിനുക്ക് പണിയുടെ ഒരു തിരക്കിലാണ് എല്ലാവരും. ആ ഒരു അവസാന മിനുക്ക് പണിക്ക് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഒരു ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനും അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ ഒരു സെഷന്റെ പേര് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാനേജ് യുവർ സ്ട്രെസ്. സോ ആ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് കിട്ടേണ്ട ഇൻപുട്സ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സെഷനിലേക്ക് കടക്കുവാണ്. നമ്മൾ സെഷനിലേക്ക് കടക്കുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യനോടെയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്.
ഏതായിരിക്കുന്നല്ലേ? ഒരു സ്ക്രീനിൽ കാണുന്നത് എന്താണ്? ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കുറച്ച് ആപ്സിന്റെ ഐക്കൺസ് ആണ് കാണുന്നത്. ഇത് ഏതൊക്കെ ആപ്പുകളാണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഞാനൊരു നമ്പറിങ് കൊടുത്തിട്ടുണ്ട് 1 2 3 4 എന്നൊക്കെ. അപ്പൊ ആ ഒരു നമ്പറിങ്ങിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഏത് ഐക്കൺ ഏത് ആപ്പിലേക്കാണ്, ആപ്പുമായിട്ട് റിലേറ്റഡ് ആണെന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഒന്ന് നിങ്ങളുടെ കുറച്ച് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ് 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 യെസ്. Insta Zoom, YouTube. Okay. Yes. Wonderful. Fourth one ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. Yes, ആരോ പറഞ്ഞിട്ടുണ്ട്. Yes. Okay, thank you. Yes. So Insta, Zoom, YouTube, Google Meet. നമ്മൾ ഈ ഒരു ആപ്പുകളുമായിട്ട് എസ്പെഷ്യലി സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് ഒന്ന് ഫെമിലിയർ ആയി വന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് പുതിയതായിട്ട് സംഭവിച്ചു ഈ ഒരു കഴിഞ്ഞ ഒരു 1 ഇയർ. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ ഒന്നാണ് ഈ പറയുന്ന ആപ്പുകൾ. നമ്മളൊരു 1 ഇയർ ബാക്കിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പുകളൊന്നും നമ്മളിത് ഡെയിലി നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആപ്പുകളൊക്കെ. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഒരു 1 ഇയർ ബാക്ക് ഒന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. നമ്മുടെ ഒരു ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ഈ വക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വരുമെന്നുള്ളതൊന്നും. സോ അങ്ങനെ ഒരു വേൾഡിലേക്കാണ്, ഒരു എൻ്റയർലി ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഈ ഒരു ബാച്ചിനെ, നിങ്ങളുടെ ഈ ഒരു SLC ബാച്ച്, ഇപ്പൊ ഈ ഒരു ഇയറിൽ ഇരിക്കുന്ന SLC എഴുതാൻ പോകുന്ന ഒരു ബാച്ചിനെ അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം വേൾഡിൽ തന്നെ ഇത്രയും ചേഞ്ചസ്, അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ ഒരു കഴിഞ്ഞൊരു 1 ഇയറിൽ. സോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഒരുപാട് അതിനകത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു, ദെൻ നിങ്ങൾക്കാണെങ്കിൽ വിക്ടേഴ്സ് ചാനൽ, അത് കഴിഞ്ഞ് വീണ്ടും ഓഫ്ലൈൻ, ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് അതെല്ലാ ഹേർഡിൽസ് ഒക്കെ ചാടി കടന്ന് നമ്മളിപ്പോൾ എവിടെ എത്തി? ഫെബ്രുവരിയിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു കാലം, ഈ ഒരു 1 ഇയറോളം നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളും നിങ്ങളുടെ പാരന്റ്സും ഒക്കെ ആയിട്ട് എടുത്ത ആ ഒരു വണ്ടർഫുൾ എഫേർട്ട് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു യു നീഡ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ തന്നെ തോളത്ത് കെട്ടി ഒന്ന് വെൽ ഡൺ എന്ന് പറയാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും സ്ട്രഗിൾഫുൾ ആയിട്ട് ആർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ട് നമ്മളിപ്പോ ഒരു ഫെബ്രുവരിയിൽ എത്തി നിൽക്കുകയാണ്. ഈ നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു ലാസ്റ്റ് 1 മന്ത് ഉണ്ട് അല്ലെ? പ്രീഷ്യസ് ആയിട്ടുള്ള ലാസ്റ്റ് 1 മന്ത്. സോ ഈ ഒരു കാലഘട്ടം, ഈ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിൽ ഒരുപാട് ആങ്സൈറ്റി വരും. കാരണം നമ്മൾ എക്സാം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്, എന്താണ് നടക്കാൻ പോകുന്നത്, കൊറോണ ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ദെൻ പല അതർ സ്ട്രെസ്സസ് നമ്മുടെ ഫാമിലിയിലും എല്ലാ ഭാഗത്തുനിന്നും പല സ്ട്രെസ്സുകളുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ ഭാഗത്ത് വരാൻ പോകുന്ന എല്ലാ സ്ട്രെസ്സുകളും മെയിൻലി ഒരു ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ആ ഒരു എക്സാം സ്ട്രെസ് എന്നുള്ളൊരു പേരിലേക്കാണ് ഫൈനലി വന്നെത്തുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എക്സാം സ്ട്രെസ് എന്നുള്ളൊരു പേരിലേക്കാണ് ഫൈനലി വന്ന് എത്തുന്നത്. ഞാൻ അടുത്തൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എന്താണ്? സ്ക്രീനിൽ കാണുന്നത് എന്താണ്? വാട്ടർ. കുറച്ച് സ്പെസിഫിക് ആയിട്ട് അതിനകത്തൊരു സാധനം കാണിച്ചിട്ടുണ്ട്. യെസ്, മൗണ്ടൻ. ഓക്കെ, മൗണ്ടൻ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാം. ചിലപ്പോൾ ഈ പിക്ചറിൽ നിന്ന് കിട്ടില്ല ചിലപ്പോൾ. അത് ഐസ്ബർഗ് ആണ് ആ ഒരു കാണുന്ന ഇമേജിൽ. നിങ്ങൾ പണ്ട് ടൈറ്റാനിക് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ആ ഐസ്ബർഗിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് കുറച്ചു ഭാഗം മാത്രം അതിന്റെ പുറത്തേക്ക് കാണുള്ളൂ, വെള്ളത്തിന്റെ മുകളിലേക്ക്. ഒരുപാട് പോർഷൻ അത് ഏറ്റവും അതിന്റെ മെജോറിറ്റി പെർസെൻറ്റേജും താഴെ ഉണ്ടാവും, വെള്ളത്തിന് താഴെ ഉണ്ടാവും.
സോ ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മുടെ എക്സാം സ്ട്രെസ് എന്ന് നമ്മൾ പേരിട്ട് പറയുന്ന ആ ഒരു എക്സാം സ്ട്രെസ് എടുക്കുന്നത്. അതായത് ശരിക്കും ആ ഒരു എക്സാം സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കണക്ഷൻസ് നമ്മുടെ ബാക്കി ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഒരു മെജോറിറ്റി ആൾക്കാരുടെ. അതായത് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫാമിലി റിലേഷൻസ്, നമ്മുടെ സ്കൂളിലുള്ള സിറ്റുവേഷൻസ്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ളതും നമ്മുടെ ടീച്ചേഴ്സായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള റിലേഷൻസ്, അവിടെയൊക്കെ പലതരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ്, അതൊക്കെ ഈ ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്ത് വരും. അത് ഫൈനലി നമുക്ക് പുറത്തേക്ക് എടുത്തു വരുന്നത് ഒരു എക്സാം സ്ട്രെസ് ഒക്കെ ആയിട്ടാണ് ഫൈനലി നമ്മൾ പുറത്തേക്ക് വരുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേം നമ്മൾ വീണ്ടും എടുത്ത് പറയാണ് മാനേജ് യുവർ സ്ട്രെസ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് ഈ ഒരു എക്സാം മാത്രമല്ല നമ്മുടെ മുന്നിൽ. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ SLC എക്സാം, നമ്മുടെ ബോർഡ് എക്സാം ആണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഒരു മൈൽ സ്റ്റോൺ. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള ഒരുപാട് ചാലഞ്ചസ് ഇനിയും വരാനുണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളെ ടെൻസ്ഡ് ആക്കുന്ന, നമുക്ക് ആൻസൈറ്റി കൂട്ടുന്ന, നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഇനിയും വരാനുണ്ട്. സോ അതിനെല്ലാത്തിനും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ഫുൾ കോൺഫിഡൻസിൽ ഏത് ടാസ്കിനെയും നേരിടാൻ പറ്റും, ഏത് ചാലഞ്ചും ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സ്ട്രെസ് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. സോ അത് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ആ ഒരു ഫ്ലോയിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. സോ ഈ ഒരു ഇമേജിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എപ്പോഴും. അതായത് എക്സാമിന്റെ ടൈമിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ ഇരുന്നിട്ടോ പലപ്പോഴും ഇതുപോലെ ആയിരിക്കും, നമ്മളൊന്ന് പുകഞ്ഞു പോകുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ വരാം. പുക വരാം, ചിലപ്പോ സ്ട്രെയിൻ കൂടിയിട്ട് ഒക്കെ നമുക്ക് പുക വരാം. ഓക്കെ, ഞാനപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണോ ഈ സ്ട്രെസ്? ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതാണോ? ഇങ്ങനെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തോ അല്ലെങ്കിൽ നമ്മൾ അത്രയും അത്യാവശ്യമുള്ള ഒരു സാധനമാണോ ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമുള്ളതാണോ? ഒന്ന് നിങ്ങളുടെ ഒന്ന് റെസ്പോൺസ് ചെയ്യട്ടെ. യെസ് യെസ് നോ നോ എന്ന് നമ്മുടെ ഫാത്തിമ ആരൊക്കെയോ പറയുന്നുണ്ട്. യെസ് ശ്രീലക്ഷ്മി, എല്ലാവരും നോ പറയുന്നുണ്ട്. ഓക്കെ 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 യെസ് യെസ് ഓക്കെ ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് കണ്ടു. യെസ്, ഞാൻ ഇനി അടുത്തൊരു ഇമേജ് കാണിക്കാം. ഓക്കെ യെസ് യെസ് യെസ്സും വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്തൊരു ഇമേജ് കാണിക്കാം. യെസ്, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇമേജ് എന്താണ്? എന്താണ് ഈ സ്ക്രീനിൽ കാണുന്നത്? ഒരു ബോൾ ആണ് അല്ലേ? ഈ ബോളിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഫുട്ബോൾ ആണിത്. ആ ഫുട്ബോളിന്റെ പ്രത്യേകത എന്താ? പഞ്ചർ, ബോള് കാറ്റ് പോയിരിക്കുന്നു. യെസ് യെസ്, കാറ്റ് പോയിരിക്കുന്നു, അത് ആ ബോളിന്റെ പ്രത്യേകത. യെസ്, നെക്സ്റ്റ് ഞാൻ ഒരു ബോൾ കൂടി കാണിക്കാം. ഈ ബോൾ എന്താണ്? ഈ ബോള് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. നമ്മുടെ ഒരു ഫുട്ബോളുകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഫുട്ബോൾ ആണിത് അല്ലേ? സോ ഈ രണ്ട് ബോളുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ആ ഫസ്റ്റത്തെ ബോള് എന്ത് പറ്റില്ല, നമുക്ക് കളിക്കാനായിട്ടുള്ള പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല അത് അല്ലേ? കളിക്കാൻ പറ്റുമോ? നമ്മൾ എയർ ഇല്ലാത്ത ബോൾ വെച്ചിട്ട് കളിക്കൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത്. അപ്പൊ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അതിനകത്ത്? ആ ബോൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു പർപ്പസ് എന്താണ്? അത് നമ്മൾ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് അല്ലേ? ആ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പർപ്പസ് നടക്കുന്നില്ല ആ എയർ ഇല്ലാത്ത ബോൾ എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള എയർ അതിനകത്ത് ഉണ്ട്. സോ അതിന്റെ ഒരു പർപ്പസ് നടക്കുന്നുണ്ട്, നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ആ ബോൾ എന്തിനു വേണ്ടിയാണോ മാനുഫാക്ചർ ചെയ്തത് ആ ഒരു പർപ്പസ് നടക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു കാര്യം തന്നെയാണ് എന്ത് നമ്മുടെ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ കുറച്ച് പേര് നോ പറഞ്ഞായിരുന്നു. ആ നോ പറഞ്ഞത് ആൻസർ കറക്റ്റ് അല്ല. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ബോളിനകത്ത് ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് എയർ ഉണ്ടെങ്കിലാണ് നമുക്കത് കളിക്കാൻ പറ്റുള്ളൂ. എയർ കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടി കഴിഞ്ഞെന്നുണ്ടാവാം.
ബോളിനകത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബലൂൺ, പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ ബലൂണോ ബോളിലോ നമ്മൾ കൂടുതൽ എയർ നിറച്ച് എന്തുണ്ടാവും, അത് ബ്ലാസ്റ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് പൊട്ടിപ്പോവാം. എയർ കൂടി കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റ് ചെയ്യും. യെസ്, ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ സ്ട്രെസ്സിന്റെ കാര്യത്തിലും. സ്ട്രെസ് എന്ന് പറയുന്നത് ആവശ്യത്തിന് നമുക്ക് വേണം. നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെസ് നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ അത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതിന്റെ ഒരു ഒപ്റ്റിമം ലെവലിലാണ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ആ ഒരു സ്ട്രെസ് ഏറ്റവും ആവശ്യമുള്ള രീതിയിൽ, ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആയിട്ട് എക്സാം എഴുതും. അതായത് നമ്മൾ ആ ഒരു ചുറുചുറുക്കോടെ ഇരിക്കാന്ന് പറയില്ലേ, നമുക്ക് പഠിക്കാനുള്ള ഒരു എന്തൂസിയാസം ഉണ്ടാവുക, ആ ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്നത് ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു സ്ട്രെസ് ലെവല്. അതില്ലെങ്കിൽ നിങ്ങൾ ഒരു ഉറക്കം തൂങ്ങി പോലെ പോകും. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ആ ഒരു ഒപ്റ്റിമം ലെവലിൽ സ്ട്രെസ് എപ്പോഴും നമുക്ക് വേണം. സോ നമ്മൾ നേരത്തെ റെസ്പോണ്ട് ചെയ്തവര് ഒന്ന് ശ്രദ്ധിക്കുക, അതായത് നോ ഇട്ടവര് ഒന്ന് മനസ്സിലാക്കുക, സ്ട്രെസ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ വേണ്ട എന്നല്ല, ഒരു ഒപ്റ്റിമം ലെവലിലുള്ള സ്ട്രെസ് എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണം. ഒപ്റ്റിമം ലെവലിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും, നിങ്ങളിപ്പം എക്സാം ആണ് നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഒരു കാര്യം, ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റത്തെ ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ് ഈ ഒരു എക്സാം. അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരുപാട് ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ചാലഞ്ചസ് എല്ലാം ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു സ്ട്രെസ്സിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാരണം ഒരുപാട് സ്ട്രെസ്സസ് നമ്മുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നേരത്തെ കമന്റ് ചെയ്തവരൊക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്ട്രെസ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് ഒരു ഒപ്റ്റിമം ലെവലിൽ. സോ നമ്മൾ അതിനൊരു ലൈൻ പറയാണ്, നിങ്ങൾ പാരലി വായിച്ചു പോക്കോളൂ. അതായത് ദ ഓൺലി പേഴ്സൺ വിത്തൗട്ട് സ്ട്രെസ് ഈസ് എ ഡെഡ് പേഴ്സൺ. ഓക്കെ, ഓൺലി പേഴ്സൺ വിത്തൗട്ട് സ്ട്രെസ് ഈസ് എ ഡെഡ് പേഴ്സൺ. ആ ഒരു ജീവനുള്ള ആര് തന്നെ ആയാലും അയാൾക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. അതിന്റെ ലെവലിലുള്ള വേരിയേഷൻസ് മാത്രമാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, യെസ്. സ്ട്രെസ് നമ്മുടെ കൂടെ ഒരു ഷാഡോ പോലെ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ തന്നെ ഒരു രണ്ട് ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ളതും. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡ് ഓഫ് സ്ട്രെസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സ്ട്രെസ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഡിസ്ട്രെസ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സൈഡ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പോവാം. ദെൻ സ്ട്രെസ് ഈസ് ഗുഡ് ആൻഡ് ബാഡ്. ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ ടാക്കിൾ ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാർ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് വരും. ഇപ്പൊ ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന രണ്ടുപേർക്കും സ്ട്രെസ് വന്നിട്ടുണ്ടാവും. രണ്ടുപേരും അതിനെ മാനേജ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് അവരുടെ ഒരു എക്സ്പ്രഷൻസിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു കമന്റ് ഇതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തൊക്കെ സ്ട്രെസ്സുകളാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാറ്? അതായത് ആസ് എ സ്റ്റുഡന്റ്, ആസ് എ ഗേൾ, ആസ് എ ബോയ്, ആസ് എ ടീനേജർ, ഒരുപാട് കൈൻഡ് ഓഫ് സ്ട്രെസ്സസ്. എക്സാം സ്ട്രെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ടൈപ്പാണ്. സോ ഏതൊക്കെ ടൈപ്പിലുള്ള സ്ട്രെസ്സസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക? ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഏതൊക്കെ ടൈപ്പിലുള്ള സ്ട്രെസ്സസ് ആണ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ടൈപ്പിലുള്ള സ്ട്രെസ്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുള്ളത്? ആസ് എ സ്റ്റുഡന്റ്, ആസ് എ ടീനേജർ, ആസ് എ ബോയ്, ആസ് എ ഗേൾ. യെസ്, as a girl did not get freedom. yes. പിന്നെ ഏതൊക്കെ ടൈപ്പിലുള്ള സ്ട്രെസ്സുകളാണ് വേറെ ഉണ്ടാവുക? യെസ്, എക്സാം സ്ട്രെസ് ആണ്, എക്സാം സ്ട്രെസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? എക്സാം സ്ട്രെസ്. യെസ്, എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എക്സാം സ്ട്രെസ് എന്നുള്ള ഒരു ഫ്രീഡം. യെസ്, ഫ്രീഡം കുറച്ച് പേർക്ക് വരുന്നുണ്ട്. യെസ്, ഓക്കെ, യെസ്. ഓക്കെ, ഫ്രീഡം, എക്സാം, അതാണ് ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ മനസ്സുകളിൽ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് സ്ട്രെസ്സുകൾ പല ടൈപ്പില് ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ ഫ്രീഡം എന്ന് പറയുന്നതൊക്കെ ഒരു സ്ട്രെസ് തന്നെയാണ്. ചിലർക്ക് ചില കാര്യങ്ങൾക്കുള്ള പെർമിഷൻ ഇല്ലാതെ വരുന്നത് അതൊക്കെ ഒരു സ്ട്രെസ്സായി മാറും. നമ്മുടെ തന്നെ ഇപ്പം എക്സാം സ്ട്രെസ് എന്ന് തന്നെ പറയുന്നതിന് ഒരുപാട് അതിന്റെ ഒരു പിന്നാമ്പുറങ്ങൾ ഉണ്ടാവാം. അതായത് എക്സാം സ്ട്രെസ് വന്നത് എങ്ങനെയാന്നുള്ളതൊക്കെ അത് ചെറുപ്പത്തിൽ പഠിച്ച ആ ഒരു സബ്ജക്ട് പഠിച്ചപ്പോൾ ഉണ്ടായ ചിലപ്പോൾ ചില ഇൻസിഡൻസിൽ നിന്നൊക്കെ ആയിരിക്കാം ഒരു സബ്ജക്ട് ചിലപ്പോൾ വെറുത്ത് പോയിട്ടുണ്ടാവാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവാം.
അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്, ചില ഡിസ്ട്രാക്ഷൻസ് വരുന്നത്, അതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് വരിക. അപ്പൊ അങ്ങനെ പല ടൈപ്പിലുള്ള പല ഏരിയാസിലുള്ള സ്ട്രെസ്സസ് ഉണ്ട്. ഒരു ടീനേജറിന്റെ സ്ട്രെസ്സസ് പറയുമ്പോൾ മെയിൻലി ഫസ്റ്റ് പ്രയോറിറ്റി സ്കൂളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സ്ട്രെസ്സുകൾ, ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ വരുന്നത്, ഫ്രണ്ട്സിൽ നിന്ന് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയാണ് ജനറൽ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ പറയാം. സ്ട്രെസ് എല്ലാ ഡയറക്ഷനിൽ നിന്നും കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു കയറി വരുമ്പോഴാണ് ഈ ഒരു സ്ട്രെസ് കൂടുതലായിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പോയിന്റ്സിലേക്ക് പോവാം. അഡോളസന്റ് സ്റ്റേജ് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പല സമയത്തും ഈ ഒരു സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ഒരു അഡോളസന്റ് സ്റ്റേജ് ആണ് ഇപ്പോൾ. ആ ഒരു ടൈമിലൊക്കെ പല കാര്യങ്ങളിലും ഇതുപോലെ സ്ട്രെസ്ഡ് ആയിട്ട് ആരോടെ എന്താ ചോദിക്കേണ്ടത്, ആരോട് അതൊക്കെ തുറന്നു പറയാം, അങ്ങനത്തെ കുറെ സ്റ്റേജസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഫിസിക്കലി, ഇമോഷണലി, സോഷ്യൽ, അക്കാഡമിക് ചേഞ്ചസിലുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ പിന്നെ നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൊറോണ പാൻഡമിക് ശരിക്കും നമ്മുടെ ലൈഫിൽ അത്രയും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. സോ അത് ഓഫ് കോഴ്സ് അത് സ്ട്രെസ് നമുക്ക് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ദെൻ ലോക്ക്ഡൌൺ വന്നപ്പോൾ പലരും എന്താ പറയുക, ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ആരെയും കാണാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര ഒരു സഫോക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു. ഹൗ ഡസ് സ്ട്രെസ് എഫക്ട് അസ്? എങ്ങനെ ഇത് എഫക്ട് ചെയ്യണമെന്നുള്ളതിന് ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി വെക്കണം മനസ്സിൽ. അതായത് നമ്മൾ അതിനൊരു 4 കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. ബോഡി, മൈൻഡ്, ബിഹേവിയർ, ഇമോഷൻസ്. ഇതിനകത്ത് ബോഡിയിൽ വരുന്നത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഹെഡ് ഏക്സ് ആയിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് കാണുക. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് ആ സ്ട്രെസ്സിന്റെ സ്റ്റേജസ് നിങ്ങളുടെ ലൈഫിൽ ഇതിൽ ഏതിലൊക്കെയോ വരുന്നുണ്ട്. അത് ഒരു എക്സീഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. പക്ഷെ അപ്പോൾ ബോഡിയിലോ മൈൻഡിലോ വരുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ അത് നിങ്ങൾക്ക് അതിനുള്ള ടെക്നിക്സിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ അതിനും കൂടിയാണ് ഇതൊന്നും മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഹെഡ് ഏക്ക്, ഇൻഫെക്ഷൻസ്, പിന്നെ മസിൽസ്, നമ്മുടെ ഒരു പേശി വലിവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫെറ്റി, നമുക്കൊരു തളർച്ച ഉണ്ടാവാം, സ്കിൻ ഇറിറ്റേഷൻസ്, ബ്രെത്ത്ലെസ്നെസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങളിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് പെട്ടെന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമില്ലാത്ത ആളുടെ അടുത്ത് 2 വാക്ക് സംസാരിക്കാൻ പെട്ടെന്ന് സ്റ്റേജിൽ കയറിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. ആള് ശരിക്കും ആ സ്റ്റേജിൽ കയറി നിന്ന് കുറെ നേരം വേർക്കും. പിന്നെ എന്താ സംഭവിക്കുക? കൈയും കാലൊക്കെ വിറച്ചു തുടങ്ങും. ശരിക്കും നമുക്ക് ബോഡിയിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. യെസ് പേടിക്കും, ഷിവറിങ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്, നിങ്ങൾക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രയലൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് വേർക്കുന്നു, നമ്മള് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ നാക്ക് ഇതൊക്കെ ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിക്കാം. അതൊക്കെ സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അതേപോലെ മൈൻഡില് നമ്മൾ എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും ആകെ വറി ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. കൺഫ്യൂസ്ഡ് തിങ്കിങ്, എംപയർഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകൾ, അതായത് നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ഇൻഡിസിഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ദുസ്വപ്നങ്ങൾ കാണണല്ലേ, നെഗറ്റിവിറ്റി, പെട്ടെന്ന് ചില ഡിസിഷൻസ് എടുക്കുന്നു ആലോചിക്കാൻ പറ്റാണ്ട് ഹേസ്റ്റി ഡിസിഷൻസ് എടുക്കുന്നത്. പിന്നെ ബിഹേവിയറിലാണെങ്കിൽ നമ്മൾ ഇപ്പോ ഈ ഒരു കുടി, വലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഇൻസോംനിയ, നമുക്ക് ഈ ഒരു ഉറക്കമില്ലായ്മ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, വിശപ്പില്ലായ്മ, ഒരു റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ബിഹേവിയറിൽ വരും. പിന്നെ ഇമോഷൻസ് ആണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോവും, ആകെ ഒരു കൺഫ്യൂസ്ഡ്, ഇറിറ്റേഷൻ ആയിട്ടുള്ള സ്റ്റേജ്, ഡിപ്രഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റേജസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടോ, നിങ്ങൾക്ക് അങ്ങനത്തെ ചേഞ്ചസ് വരുന്നുണ്ടോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ ഇത് നല്ലതാണ്. ദെൻ നമ്മൾ പറഞ്ഞു സ്ട്രെസ്സും ഡിസ്ട്രെസിന്റെയും കാര്യങ്ങൾ. ഇപ്പൊ ഇതൊരു നമ്മളൊരു ചാർട്ടായിട്ട് നമ്മളിങ്ങനെ കാണിക്കുവാണെങ്കിൽ, അതായത് നമ്മളെപ്പോഴും പോസിറ്റീവ് സ്ട്രെസ് അതിന്റെ ഒരു മാക്സിമത്തിലേക്ക് കൊണ്ടെത്തുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് എന്തുണ്ടാവുന്നത്, മാക്സിമത്തിൽ എത്തുന്നത്. അതിന്റെ ഡിസ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞു വരും. നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ എക്സാമിന്റെ പെർഫോമൻസ്, ഏത് ലൈഫിലെ ഏത് ടാസ്കുകളും, നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് ടാസ്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സ്ട്രെസ് അതിന്റെ ഒരു ഒപ്റ്റിമം ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം നമുക്ക്. ഓക്കെ. ദെൻ എക്സാമിനേഷൻ ടൈം ഓഫ് സ്ട്രെസ് നമുക്ക് ആ ഒരു പോസിറ്റീവ് സ്ട്രെസ് ആണ്. അതായത് നല്ല ഉണർവോടെ എക്സാം എഴുതാനായിട്ട് ആ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് വേണം. അതേപോലെ ഡിസ്ട്രെസ് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഇതിലൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഫ്യൂണറൽ ടൈമിലൊക്കെ നമുക്ക് വരുന്ന ആ ഒരു മൂഡ്, അതൊക്കെ ഒരു നെഗറ്റീവ് സ്ട്രെസ്സിന്റെ ഒരു ടൈം ആയിരിക്കും. ഓക്കെ.
ദെൻ പോസിറ്റീവ് സ്ട്രെസ് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എന്തൊക്കെ റിസൾട്ടുകൾ വരും? കോൺസെൻട്രേഷൻ വരും, നമ്മുടെ പെർഫോമൻസ് കൂടും, നമ്മൾ എനർജൈസ് ചെയ്യും. അതായത് നമ്മൾ മൊത്തം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടാന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ എഫക്റ്റീവ്നെസ് കൂടും. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് സ്ട്രെസ് ആണ് നമ്മുടെ ലൈഫിലുള്ളതെങ്കിൽ. നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ മോട്ടിവേഷൻ പോകും, നമ്മുടെ എഫക്റ്റീവ്നെസ് പോകും, എല്ലാം ആ ഒരു നെഗറ്റീവ് ഗ്രാഫിലേക്ക് പോകും. നമ്മളൊരു ഗ്രാഫായിട്ട് വരുവാണെങ്കിൽ എന്താണ്, ആ ഒരു ഇമോഷണൽ ബാലൻസും റാഷണൽ തിങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സ്ട്രെസ് നമ്മൾ പോസിറ്റീവായിട്ട് ഒപ്റ്റിമം ആയിട്ടുള്ള വാല്യൂവിൽ നിർത്തുവാണെങ്കിൽ നല്ല രീതിയിലാണ് നമ്മുടെ എല്ലാ പെർഫോമൻസും വരിക. നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഉറക്കം തൂങ്ങിയ മട്ടിലേക്ക് പോകും. കൂടുതലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ ഒരു ലൈൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത്. യെസ്, എന്താണ് എഴുതിയിരിക്കുന്നത്? ഡയമണ്ട് ഈസ് ജസ്റ്റ് എ പീസ് ഓഫ് ചാർക്കോൾ ദാറ്റ് ഹാൻഡിൽ സ്ട്രെസ് എക്സെപ്ഷണലി വെൽ. ശരിക്കും സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആയിരിക്കുന്ന ഓരോ കുട്ടികളും ഇതുപോലെ ഒരു ഡയമണ്ട്സ് ആയിട്ട് തിളങ്ങാൻ പറ്റും. നിങ്ങൾ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണു എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ ടാസ്കുകളും, എക്സാം ആണ് നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ടാസ്ക്, അതിലും എക്സൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ടാസ്കുകളിലും എക്സൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ആ ഒപ്റ്റിമം ലെവലിന്റെ തന്നെ നമ്മളൊന്ന് ഗ്രാഫിക്കലായിട്ട് വരുന്നതാണ്. ഒപ്റ്റിമം ലെവൽ ആണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഹൈ ആയിരിക്കും എന്നുള്ളത്. ദെൻ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടേണ്ട ഒരു റെസ്പോൺസ് ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ ഇതിന് നമുക്കിപ്പം സ്ട്രെസ്സുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് ഉള്ള പല സിറ്റുവേഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ഇതിന് റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് വേണം. അതായത് പല റിലാക്സേഷൻ ടെക്നിക്സ് വഴി പല സ്ട്രെസ്സുകളെയും ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട റെസ്പോൺസ് ഇതാണ്. നിങ്ങൾ ലൈഫിൽ ഓൾറെഡി പല ടെക്നിക്സും സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിങ്ങനെ ഒരു റിലാക്സേഷൻ ടെക്നിക് ഒന്നും വിചാരിച്ചിട്ടല്ല, അല്ലാതെ തന്നെ നമ്മൾ ലൈഫിൽ ടെൻഷൻ കൂടുമ്പോഴൊക്കെ നമ്മളൊരു പാട്ട് പാടുന്നു, നമ്മൾ ഒന്ന് സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ട്. ശരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ. അതായത് പാട്ട് പാടി, അങ്ങനെ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പാട്ട് പാടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. കാരണം അങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ബാക്കിയുള്ളവർക്കും അത് യൂസ് ചെയ്ത് നോക്കാൻ പറ്റാൻ പറ്റും. ആ ഒരു കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ് നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കേണ്ടത്. സോ യെസ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫുഡ്, പ്ലേയിങ് ഫുട്ബോൾ, പാട്ട് കേൾക്കും, യെസ്, ഡ്രോയിങ്, യെസ്, ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, യെസ്, റീഡിങ് ബുക്സ്, സ്ലീപ്പിംഗ്, യെസ്, ക്രൈയിങ്, മ്യൂസിക് കേൾക്കും, യെസ്. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി കോൺഷ്യസ് ആവണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ. അതായത് നമ്മളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ചേഞ്ചസ്, നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റണം. സോ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും വരും. സ്മൈൽ, മെഡിറ്റേറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ബി ഗ്രേറ്റ്ഫുൾ. നമ്മൾ ഈ ഒരു സെഷന്റെ എൻഡിൽ ഒരു ചെറിയൊരു ബ്രീതിങ് എക്സസൈസ് പോലെ ഒരു കാര്യം നമുക്ക് ഇതിന്റെ എൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദെൻ സ്മൈൽ, മെഡിറ്റേറ്റ്, എക്സസൈസ്, ബി ഗ്രേറ്റ്ഫുൾ. ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. ഇപ്പം ദൈവം തരുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിലൊക്കെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്നാൽ തന്നെ കുറെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സ്ട്രെസ് റിലീവ്ഡ് ആവും. ദെൻ ഈറ്റ് ഹെൽത്തി. നമ്മുടെ ഈ ഒരു റെസ്പോൺസിൽ പറഞ്ഞ കുറെ പേര് ആരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഫുഡ്. ശരിക്കും അതൊരു സ്ട്രെസ് റിലീഫിനുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ സ്ട്രെസ് റിലീസ് ആവുന്ന, റിലീഫ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് മെത്തേഡാണ്. നമ്മൾ ശരിക്കും ഒരു ദേഷ്യമൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പലരും ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനത്തെയൊക്കെയാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആവും. അതൊക്കെ ശരിക്കും ഒരു സ്ട്രെസ് റിലാക്സേഷൻ മെത്തേഡ് തന്നെയാണ്. ദെൻ സ്പെൻഡ് ടൈം വിത്ത്. ഇതിനകത്ത് ഇപ്പൊ ഒരു നമ്മൾ കോമൺലി പറയാത്ത ഒരു ടേമും കൂടി ഉണ്ട്. അതെന്തായിരിക്കും? നിങ്ങളുടെ റെസ്പോൺസിൽ ആരെങ്കിലും പറഞ്ഞോ നോക്കട്ടെ. അത് സ്പീക്ക് വിത്ത് വോം. ഓക്കെ, യെസ്, അതൊക്കെ ഉണ്ട്. യെസ്,
ഇതിനകത്ത് ആരും പറയാത്ത ഒരു ടേം ഉണ്ട്. വേണമെങ്കിൽ ചില സമയങ്ങളിൽ നമുക്കതൊരു ഭയങ്കര എഫക്റ്റീവായി മാറാം. അതേതാണ്? ഓക്കെ, ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോ പറഞ്ഞ കൂട്ടത്തിലും ഞാനിപ്പോ ഈ കാണിച്ച കൂട്ടത്തിലും ഇല്ലാത്ത ഒരു ടേമാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് എത്തിസ്റ്റുകൾക്ക് പറ്റില്ല അത്. ഞാനിപ്പോ പറയുന്നത്, നമ്മളൊരു ഗോഡിൽ ബിലീവ് ചെയ്യുന്നില്ലേ? നമ്മൾ ബിലീവ് ചെയ്യുന്ന ആ ഒരു ഗോഡിൽ നമ്മുടെ എല്ലാ സ്ട്രെസ്സും ടെൻഷൻസും വറീസും എല്ലാം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കും വലിയൊരു സ്ട്രെസ് റിലീഫാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല എഫേർട്ട് ഇട്ട് എല്ലാം റെഡി ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ആ ഒരു ഗോഡിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു സ്ട്രെസ് റിലീഫാണ്. നിങ്ങളുടെ വലിയൊരു ലോഡ് എടുത്ത് കൊടുക്കുന്ന പോലെയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദെൻ അത് നിങ്ങളെ ഏറ്റവും വലിയൊരു സ്ട്രെസ് റിലീഫായി മാറും. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ സ്പെൻഡ് ടൈം വിത്ത് ഹെൽത്തി പീപ്പിൾ. ഈ ഒരു കാര്യത്തിൽ കുറച്ച് പറയാനുള്ളത്, ചില സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചില കുട്ടികളിൽ ഒരു മെന്റാലിറ്റി ഉള്ളത് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര സീക്രട്ട് ആയിട്ട് നിർത്തും. അതായത് ചില ഇതൊന്നും ആരോടും തുറന്നു പറയില്ല. ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് ചിലതൊക്കെ ഉണ്ടാവുന്നത് തുറന്നു പറയാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് പല സിറ്റുവേഷൻസും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് എപ്പോഴും തുറന്നു പറയാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് എപ്പോഴും കുറച്ച് ആൾക്കാർ നമുക്ക് ഉണ്ടാവണം. അതായത് നമ്മുടെ അമ്മയാവാം, നമ്മുടെ അപ്പനാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കാം. ആ ഒരു കാര്യത്തില് അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ നല്ല ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. സോ അത് എന്തുകൊണ്ടും അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു മടി വിചാരിക്കരുത്. അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പറയും, നമ്മൾ പലപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കും. അത് പിന്നീട് വേറെ പല കാര്യങ്ങളിലേക്ക് നമ്മളെ ഡിസ്റ്റർബ്ഡ് ആക്കി കളയും. അതൊക്കെ ഈ എക്സാമിന്റെ സ്ട്രെസ്സിലേക്കാണ് ഫൈനലി കൊണ്ടെത്തുക. നമ്മുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഡിപ്രഷൻ എന്നുള്ളൊരു ടേം ശരിക്കും ഇപ്പൊ ഒരു അൺനോൺ ടേം ഒന്നുമല്ല. പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ അങ്ങനെ പിടിച്ചു വെച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബേസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. സോ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സൊല്യൂഷൻസും നിങ്ങളുടെ പല പ്രോബ്ലംസിനും അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ അല്ലെങ്കിൽ അവർ മറ്റുള്ളവരിലേക്ക് കണക്ട് ചെയ്ത് തരും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാക്സിമം അത് ഷെയർ ചെയ്യുക, ആ ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എക്സാംസിന്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ആയിരിക്കാൻ പറ്റും. ഈ ഒരു ഡിപ്രഷന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, എല്ലാ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഒരു സ്റ്റേജ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഇട്ട ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് ഒരു 2014 നടന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ സമയത്ത് ഒന്ന് ഫോം ഔട്ട് ആയ സിറ്റുവേഷനിൽ ഡിപ്രഷനിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ആർക്കും ലൈഫിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ്. ചില തുറന്നു പറച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്ന സിറ്റുവേഷൻസും ആണ് അതൊക്കെ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് അത് തുറന്നു പറയാം. ഓക്കെ, ദെൻ ബി പ്രിപ്പയർഡ് ഫോർ ചേഞ്ചസ്. അതൊക്കെ ഓൾറെഡി നമ്മൾ ഈ ഒരു 1 ഇയറിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. റീ എനർജൈസ്, റീമോട്ടിവേറ്റ്, ദെൻ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴും വെക്കുക. ദെൻ ബ്രീത്തിങ് എക്സസൈസസ്, വിഷ്വലൈസേഷൻ, അതൊക്കെ നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു സ്ട്രെസ് കൺട്രോളില് ജനറൽ ആയിട്ട് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ABC സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്, അതായത് A എന്ന് പറയുന്നത് അവെയർനെസ്. അതായത് ആദ്യം നിങ്ങളുടെ സ്ട്രെസ് എവിടേക്ക് വരുന്നതെന്ന് നിങ്ങളൊന്ന് അവെയർ ആവണം. ആ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആണ്. അതായത് നിങ്ങൾ പെട്ടെന്ന് ചൂടാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ ഒന്ന് ഉപദേശിക്കുമ്പോഴേക്കും പെട്ടെന്ന് റേസ് ആവുന്നു, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ സ്ട്രെസ് എന്ന്, നമ്മൾ എപ്പോഴാണ് റിയാക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ബാലൻസ് എന്നുള്ള സിറ്റുവേഷൻ, അതായത് എപ്പോഴാണ് ആ ബാലൻസ് വിട്ട് പോകുന്നത് എന്നുള്ളത്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രെസ് നമ്മളിപ്പോൾ കേട്ടു. അപ്പൊ അതിനകത്ത് ആ നെഗറ്റീവിലേക്ക് എപ്പോഴാണ് കിടക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാരണം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കി കളയുന്ന കാര്യങ്ങളാണ്. അതായത് ഒരാളുടെ അടുത്ത് ചൂടായി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ ഭയങ്കര വിഷമമൊക്കെ വരും. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എവിടെ വെച്ചാണ് ഇത് നെഗറ്റീവ് സ്ട്രെസ്സിലേക്ക് പോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അതിന്റെ കൺട്രോളിങ് ടെക്നിക്സിലേക്ക് കിടക്കുക. അതായത് അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം,
നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുക. കാരണം നമുക്ക് എപ്പോഴും ചെയ്തു നോക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആണ്. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ഇംപ്രവൈസ് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് മനസ്സിൽ ഉണ്ടാക്കി വെക്കുക. ഇന്നൊരു കാര്യം വരുമ്പോൾ ഇപ്പം ആ ഒരാൾ ചൂടാവുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് ദേഷ്യം കയറി വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കോൺഷ്യസ് ആയിട്ടിരിക്കണം. അതായത് നമ്മൾ ആ ഒരു ചൂടാവുന്നുണ്ട്, നമ്മുടെ വോയിസ് റേസ് ആവുന്നുണ്ട് എന്നുള്ളതൊന്ന് കോൺഷ്യസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം അതിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ABC സ്ട്രാറ്റജി നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മുടെ എക്സാമുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്, സ്ട്രെസ് മാനേജ്മെന്റ് പ്ലാൻ എന്നുള്ളത്. അതായത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ എക്സാമിൽ സ്ട്രെസ്സിനെ ഒരുപാട് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ എക്സാമിന് ഇനി എത്ര ദിവസം ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് ഇനിയെങ്കിലും നോക്കി വെക്കുക. അതായത് ആ അത്ര ദിവസത്തിനുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇനി റിവൈസ് ചെയ്യാൻ ബാക്കിയുള്ളത്, അത് വെച്ചിട്ട് നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ ഒക്കെ ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ദിവസത്തിലും പഠിക്കാനുള്ള ടോപ്പിക്സ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ദിവസം ആ ടോപ്പിക്സ് കവർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ വരേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണ്. ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചുള്ള ടോപ്പിക്സ് എല്ലാം കവർ ആയി പോകുന്നു. അങ്ങനെ ചെയ്യാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ടെൻഷനൊക്കെ കയറി, അതായത് ചില സ്റ്റുഡൻസിനുള്ള പ്രശ്നമാണ് മറവി വരുന്നു, മറന്നു പോകുന്നു. അതായത് നമ്മൾ എത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല. അതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. അതായത് മറവി വരുന്നതിന് ഒരു മെയിൻ റീസൺ വരാം, നമ്മൾ പഠിച്ചതിന്റെ ചില സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അതൊന്ന് ഇഷ്ടത്തോടെ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ പഠിക്കണതിന്റെ മെത്തേഡിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പ്രശ്നം വരാം. പിന്നെ ചിലത് റിവൈസ് ചെയ്യേണ്ടി വരും, കൂടുതൽ പ്രാവശ്യം എഴുതി പഠിക്കേണ്ടത്, വരച്ചു പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ ആ മെത്തേഡ്സ് ഫോളോ ചെയ്യാത്ത വരുമ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഒരു മറന്നു പോകുന്നു. ചിലത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നു, ചില വേറെ ആപ്പുകളിലേക്കോ അങ്ങനെയൊക്കെ ഡിസ്ട്രാക്ഷൻസ്. അവിടെയൊക്കെ നമ്മുടെ ഫോക്കസ് ആണ് മാറിപ്പോകുന്നത്. അതായത് ഇനി നമുക്ക് ജസ്റ്റ് ഒരു 1 month ടൈം ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്ത് ആക്ടിവിറ്റീസിലേക്കും പോകാൻ പറ്റും. ഈ ഒരു നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു ടൈം അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും പഠിച്ചു പോകുന്നുണ്ട്, നമ്മൾ ഫോക്കസ്ഡ് ആണെന്നുള്ളത് എപ്പോഴും കോൺഷ്യസ് ആയിട്ട് അതിനാണ് നമ്മൾ പറഞ്ഞത് ആ ഒപ്റ്റിമം ലെവലിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറയുന്നത്. നമ്മൾ ഒപ്റ്റിമം ലെവലിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. വേറെ ഒരു ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മൾ പോവില്ല. സോ ആ ഒരു ബിൽഡ് എ നെറ്റ്വർക്ക് ഓഫ് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ്, നമ്മളെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ദെൻ മാജിക്കൽ ചെയർ അപ്രോച്ച്. മാജിക്കൽ ചെയർ അപ്രോച്ചിന് എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഡയലോഗ് ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു മോണാക്ട് ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒന്ന് ചാറ്റിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് ഒരു ഡയലോഗ് പറയാവുന്ന, ജസ്റ്റ് ഒരു 1-2 ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? യെസ്, ഡയലോഗ് പറയാനായിട്ട് ഒരാളൊന്ന് കൈപൊക്കിയേ. ഒരു ഡയലോഗ് ഒന്ന് പറയാനുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാം മോണാക്ട് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? യെസ്, ആരാണ്? ആരെങ്കിലും ഒരാളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ. ഒരു 1-2 ഡയലോഗ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആരാണ്? കുറെ പേരുണ്ടല്ലോ, ഞാൻ പേര് വിളിക്കണോ? ഇതിനകത്ത് കുറെ പേര് റെസ്പോണ്ട് ചെയ്തവരുടെ കുറച്ച് പേരുടെ പേരുകൾ ഉണ്ട് ഇവിടെ. അനൈന എങ്ങനെയാണ്? ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാം. അനൈന എവിടെ? യെസ് സാറേ, ഒന്ന് അനൈനയുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓൾറെഡി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് സാറേ. യെസ്, ഓക്കെ. അനൈന, ഞാനൊരു സിറ്റുവേഷൻ പറയാം. കേൾക്കുന്നുണ്ടോ അനൈന? യെസ്. ഈ മാജിക്കൽ ചെയർ അപ്രോച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ ഞാൻ തരും. ആ സിറ്റുവേഷനിൽ 2 പേരുടെ ഡയലോഗ് മാത്രം ഒന്ന് അനൈന പറയേണ്ടതാണ്. ഈ സിറ്റുവേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ശരിക്കും ഇതിന്റെ ആവശ്യം വരുന്നത് നമ്മൾ പലപ്പോഴും പലരുടെ അടുത്തും വഴക്ക് കൂടുന്നു, പിണങ്ങുന്നു, പല തർക്കങ്ങൾ ഉണ്ടാവുന്നു. ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ മാജിക്കൽ ചെയർ മെത്തേഡ്. അപ്പൊ ഞാൻ അനൈനയ്ക്ക് പറ്റിയൊരു സിറ്റുവേഷൻ പറയാണ്. ഇപ്പൊ അനൈനയ്ക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. നാളെ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. നാളെ തന്നെയാണ് അനൈനയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം. അപ്പൊ അനൈന അതിന് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അമ്മ പറയണു, അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നാളെ ഇപ്പൊ ക്ലാസ് ടെസ്റ്റ് മിസ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട്
ചേച്ചിയുടെ കല്യാണം, ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം കൂടേണ്ട ആവശ്യമില്ല, ആ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കാരണം വൈകിട്ട് ചെന്ന് കണ്ടാൽ മതി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ അനയനെ കൺവിൻസ് ചെയ്യാണ്. പക്ഷെ അനയനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ടിന്റെ ചേച്ചി. അത് ശരിക്കും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല ആ ഒരു ഇവന്റ്. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അനയനയുടെ ഭാഗത്തു നിന്നുള്ള വ്യൂവും അമ്മയുടെ ഭാഗത്തു നിന്നുള്ള വ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയർ കൺസെപ്റ്റ് പറഞ്ഞത്. അതായത് ആ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട്, ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അനയന അമ്മയായി മാറി. അപ്പൊ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള വ്യൂ. ആദ്യം അനയനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ഒന്ന് പറഞ്ഞേ. അനയന എങ്ങനെയാ അമ്മയുടെ അടുത്ത് ഇത് അമ്മ ആദ്യം പറഞ്ഞു ഇത് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അനയന ഒന്ന് നെക്സ്റ്റ് റൗണ്ട്, അതായത് ഒന്ന് ദേഷ്യത്തിലൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് എനിക്ക് പോയാലേ പറ്റുള്ളൂ എന്നൊന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ആദ്യം കരയുക ചെയ്യുക. ഓക്കെ, കരഞ്ഞുകൊണ്ട് ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള സ്റ്റേജിലേക്കാണ് പോവാ അല്ലെ? ഓക്കെ, അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ഒന്ന് പറഞ്ഞു നോക്കിയേ. അനയന ഇങ്ങനെ ഒരു ചെയറിൽ ഇരുന്നിട്ട് അമ്മയായി മാറി. അപ്പൊ അനയനക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഞാന് പോവണം എന്ന് പറയുള്ളൂ, കാരണം എന്റെ ഫ്രണ്ടിന്റെ കല്യാണല്ലേ. അതെ, അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ എന്താണ് അനയനക്ക് തോന്നുന്നത്? എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറയുന്നത്? എക്സാമിനാണ് കൊടുക്കുക, പാരന്റ്സ് അവരെ മക്കള് അവിടെ വിചാരിക്കുക, അപ്പൊ പോവണ്ടെന്നാണ് സ്വാഭാവികം പറയാ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു അനൈന. യെസ്, ഞാൻ ഈ ഒരു അൺമ്യൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്തോളൂ. യെസ്, ഞാൻ ഈ ഒരു മാജിക്കൽ ചെയർ നിങ്ങൾക്ക് തരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ലൈഫില് പല കുട്ടികളും മെയിൻ ആയിട്ട് കുറെ സ്ട്രെസ്സുകൾ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അവൻ എന്നോട് പിണങ്ങി, അല്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, അവൻ എന്നോട് മിണ്ടുന്നില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ ഒരു മാജിക്കൽ ചെയർ ഒരു ഇമാജിനറി ആയിട്ടോ ഒക്കെ നോക്കുക. അവിടെ ആ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അവൻ അത് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ അമ്മയുടെ കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വഴക്കടിച്ച ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് വഴക്കടിച്ചു, എന്തുകൊണ്ട് ചേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചേട്ടന്റെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ ആയിട്ടുണ്ടാവും. അവിടെ വെച്ച് തന്നെ നിങ്ങൾ ആ മിണ്ടാതെ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറും. അപ്പൊ ആ ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാതെ പോകുന്നത്. അതായത് നമ്മൾ വഴക്കടിച്ചു, നമ്മൾ പിന്നെ മിണ്ടാതെ നടക്കുന്നു, പിണങ്ങി നടക്കുന്നു, അത് നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ട് മാറുന്നു, പിന്നീട് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. സോ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഇതുപോലെ ഒരു മാജിക്കൽ ചെയർ പോലെ ഇമാജിൻ ചെയ്യാൻ. നിങ്ങൾ അതിൽ ഇരുന്ന് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കാം. ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആള് പറഞ്ഞു എന്നുള്ള കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം തന്നെ സോൾവ് ആയി പോകും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് സോൾവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. സോ അത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക, ഒരു മാജിക്കൽ ചെയർ എന്ന് പറയുന്ന ഒരു കാര്യം. ദെൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എപ്പോഴും നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നിങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു മെത്തേഡ് ആണ് എന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. ആ ഒരു ആക്ടിവിറ്റീസ് നിങ്ങളുടെ സ്ട്രെസ് എപ്പോഴും റിലീവ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. ദെൻ ആ ഒരു ഫ്രണ്ട് സർക്കിള് എല്ലാം. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. ഫെയിലിയേഴ്സ് ആൻഡ് സോറോസ്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ ആർക്കെങ്കിലൊക്കെ ചില അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം നമ്മുടെ ലൈഫിൽ. അതൊക്കെ വരാവുന്ന സാഹചര്യങ്ങളാണ്. പക്ഷെ ആ ടൈമിലൊന്നും നമ്മളിങ്ങനെ ഒരു തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെ സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രെസ് ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യണം. നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഇങ്ങനെ വരും എന്നുള്ളതൊന്ന് എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പോൾ ഈ പറയുന്ന ബ്രേക്ക് ഡൗൺസ് ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല, നമ്മൾ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ഓവർ അംബീഷ്യസ് എന്നുള്ള ഒരു വലിയൊരു പ്രോബ്ലം ആണ്. ചില സമയത്ത് നമ്മൾ ഒരുപാട് ടാസ്കുകൾ ഒരുമിച്ച് ഏറ്റെടുക്കും, എന്നാൽ അതൊന്നും ചെയ്തു തീർക്കാൻ പറ്റാണ്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ടാസ്കുകൾ, ഇപ്പൊ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത കാര്യം, നമ്മൾ എക്സാമിന് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു, നമുക്കൊരു ദിവസം പഠിച്ചു തീർക്കാൻ പറ്റാവുന്നതിന്റെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ സ്ട്രെസ് റിലീവ്ഡ് ആണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് തീരാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ടെൻഷൻ കയറും. സോ ഓവർ അംബീഷ്യസ് ആവാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാം നമ്മുടെ ലൈഫിൽ. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ അതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ എക്സസൈസ് ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്, നമ്മുടെ എഫിഷ്യൻസി കൂട്ടും. നമ്മൾ എപ്പോഴും റിലാക്സേഷൻ ടെക്നിക്സ് ഓരോന്ന് ചെയ്യുന്നത്. ദെൻ ബി പ്രിപ്പയർഡ് ആയിരിക്കുക. ചിലപ്പോൾ നമ്മൾ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ട്രാഫിക് ഒക്കെ നമ്മുടെ കാൽക്കുലേഷനിൽ വരില്ല.
നമ്മൾ എക്സാമിന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് എപ്പോൾ പറയുകയാണെങ്കിലും നമ്മളെപ്പോഴും അതിന്റെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് കൊറോണ സിറ്റുവേഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും ആ ഒരു ടൈം കൺസിഡർ ചെയ്തിട്ട് വേണം എക്സാമിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എപ്പോഴും ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ചെക്കിങ്ങും കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് എത്തുക. അപ്പൊ ആ ഒരു ടൈം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഏതാണ് ആദ്യം വേണ്ടതെന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാൻ പറ്റണം. ദെൻ ഒരു സ്ട്രെസ് റിലാക്സേഷൻ മെത്തേഡാണ് നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഒന്ന് എഴുതുക. നേരത്തെ ഒരാൾ പറഞ്ഞായിരുന്നു വരയ്ക്കുക എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന കുറെ സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ എഴുതുന്നതൊക്കെ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് ആ പ്രകൃതിയുടെ ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറയുന്നത്. ദെൻ നമ്മുടെ ടാലൻസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ പഠിക്കാനുള്ള ടാലന്റ് ആണെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത്. എക്സാം ടൈമിലല്ല ആ പറയുന്നത്, എക്സാമിന് മുമ്പുള്ള ടൈമിൽ ആ ടാലന്റ് യൂസ് ചെയ്യുക. നമുക്ക് ആർക്കെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ വാട്ട് ആർ യു താങ്ക്ഫുൾ ഫോർ എന്നുള്ളത്. നമ്മൾ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഹോം, നമ്മുടെ ഫാമിലി, നമുക്ക് ലഭിച്ച പാരന്റ്സിലൊക്കെ എപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതൊന്നും പോരാന്നൊക്കെ ചിന്തിച്ചാണ് പലരും സ്ട്രെസ്ഡ് ആയിട്ട് മാറുന്നത്. നമുക്ക് ലഭിച്ച ഫ്രണ്ട്സ്, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫുഡ്, നമ്മുടെ വീട്, നമ്മുടെ ഹെൽത്ത്, ഇതൊക്കെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ തന്നെ അത് തന്നെ ഒരു സ്ട്രെസ് റിലാക്സേഷൻ മെത്തേഡാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ, ബി താങ്ക്ഫുൾ. ദെൻ ചില സമയത്ത് നമ്മൾ റൂമിനകത്ത് അടച്ച് ഇരുന്ന് ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും സ്ട്രെസ് റിലാക്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് വരിക. ദെൻ ബ്രീത്ത് എക്സസൈസ്, നേരത്തെ കുറച്ച് പേര് അത് ഇട്ടിരുന്നു. ഓൾറെഡി നമ്മൾ പലരും ചെയ്യുന്നുണ്ടാവും ആ ഒരു ബ്രീത്ത് എക്സസൈസിന്റെ കാര്യങ്ങളൊക്കെ. ദെൻ റിലാക്സേഷൻ ടെക്നിക്സ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 1 മിനിറ്റ് ഒരു റിലാക്സേഷൻ ടെക്നിക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്ക് ഒന്ന് ചെയ്യാം. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഒന്ന് ഇരിക്കാം. ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ബി ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ ആൻഡ് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. Just hear the sound of the fan. നിങ്ങൾക്ക് ഇപ്പോൾ ഫാനിന്റെ സൗണ്ട് കേൾക്കാം. Just come back to your body. Just feel the presence of the fingers on your legs. നിങ്ങളുടെ കാലുകളിലെ വിരലുകളുടെ പ്രസൻസ് ഒന്ന് ഫീൽ ചെയ്യാം. Just feel the presence of fingers on your hands. Just feel the presence of your forehead. നിങ്ങളുടെ നെറ്റി, അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാം. Now just take a deep breath and exhale. A deep breath and exhale. Now just imagine, just think of all your stresses. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ട്രെസ്സുകളെ കുറിച്ചും ഒന്ന് മനസ്സിലേക്ക് ചിന്തിക്കുക. Just imagine, just think of all your stresses. Your exam stress, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള സ്ട്രെസ്സുകളാവാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ സ്കൂളിലുള്ള സ്ട്രെസ്സുകളാവാം. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ട്രെസ്സുകളെയും ഈ നിമിഷം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. Now just think that you are having full control over all your stresses. നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സിന്റെയും മുകളിൽ ഫുൾ കൺട്രോൾ നിങ്ങൾക്കുള്ളതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. Just say, I am the boss of all my stresses. I am the boss of all my stresses. I am fully confident to face any challenge in my life. I am fully confident to face any challenge in my life. I am the boss of all my stresses. Just repeat that in your mind. Now slowly open your eyes.
ഹൗ ഡു യു ഫീൽ? ഈ ഒരു ടൈപ്പിലുള്ള ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നതാണ്. നമുക്ക് വേണ്ട സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കീവേഡ് എന്താണ്? ഐ ആം ദ ബോസ് ഓഫ് ഓൾ മൈ സ്ട്രെസ്സസ്. ആ ഒരു കീവേഡ് ആണ് നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ എക്സാം മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത്. എക്സാം നിങ്ങളുടെ ഒരു തൊട്ട് മുന്നിലുള്ള നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ ചാലഞ്ചസിനും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് കൺട്രോൾ ഓഫ് യുവർ സ്ട്രെസ്സസ്. നിങ്ങളായിരിക്കണം അതിൻ്റെ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ബോസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സുകളുടെയും മാസ്റ്റർ അല്ലെങ്കിൽ ബോസ് എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും നിങ്ങളെ എഫക്ട് ചെയ്യില്ല. ഈ ഒരു എക്സാം സ്ട്രെസ് എന്നൊന്നും പറയുന്നത് ഒന്നും നിങ്ങളെ എഫക്ട് ചെയ്യില്ല. ഫുള്ളി കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾ ഏത് ടാസ്കും അപ്രോച്ച് ചെയ്യുമ്പോൾ. ഏത് ടാസ്ക് ഏറ്റെടുത്താലും അത് ഫുള്ളി എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ആർ ദ ബോസ് ഓഫ് യുവർ സ്ട്രെസ്സസ്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ലാസ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാണ്. നമ്മൾ പറഞ്ഞ ഒരു ടേക്ക് ഹോം മെസ്സേജസിൽ ഒരു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് 10-30 മിനിറ്റ്സ് നമ്മുടെ വാക്ക് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കല്, സ്ലീപ്പിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പ്ലെന്റി ഓഫ് വാട്ടർ നമ്മൾ കുടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം ഇതിനകത്ത് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഡോണ്ട് കമ്പയർ യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. ഒരിക്കലും കമ്പാരിസൺസ് അധികം നടത്തരുത്. പാരന്റ്സിന്റെ അടുത്തും കൂടിയായിട്ടാണ് ആ ഒരു കാര്യം പറയാവുന്നത്. കമ്പാരിസൺസ് അധികം നടത്തരുത് എപ്പോഴും. യു ഹാവ് നോ ഐഡിയ വാട്ട് ദെയർ ജേർണി ഈസ്. പിന്നെ വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യു ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ചില സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കുന്നത്, ഭയങ്കര കൺസേൺ ആക്കുന്നത്. സോ ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അവര് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി എന്ത് ചിന്തിക്കുമെന്നതിനെ കുറിച്ച് കൺസേൺഡ് ആവാതെ നിങ്ങൾ എന്താണോ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക, ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ കീവേഡ് എന്താണ്? ഒന്ന് നിങ്ങൾ ചാറ്റിൽ ഒന്ന് പറഞ്ഞേ. നമ്മുടെ കീവേഡ് എന്താണ്? ഐ ആം ദ ബോസ് ഓഫ് ഓൾ മൈ സ്ട്രെസ്സസ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കീവേഡ്. അതായത് നമ്മുടെ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏത് ചാലഞ്ച് ആയാലും അതിന്റെ ഫുൾ കൺട്രോള്, നിങ്ങളുടെ സ്ട്രെസ്സിന്റെ ഫുൾ കൺട്രോള് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വരാൻ വേണ്ടി നിങ്ങൾക്ക് എപ്പോഴൊക്കെ സ്ട്രെസ്സുകൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കീവേഡ് ആണിത്. ഐ ആം ദ ബോസ് ഓഫ് ഓൾ മൈ സ്ട്രെസ്സസ്. ദെൻ you will be fully confident to face any kind of challenges in life. Okay, by that I wind up this session. നിങ്ങൾക്ക് എന്തെങ്കിലും doubts ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ചോദിക്കാം. So thank you for listening. Thank you all. Yes. Can talk with you in person. Okay. Yes. 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 After the class on Udishita Anaina. Yes. After the class on Udishita Anaina. Yes. Yes. എനിക്ക് തോന്നുന്നു ഇതിന്റെ കോർഡിനേറ്റേഴ്സ് നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ. ഓക്കെ. യെസ്. യെസ്. പഠിക്കാൻ ഇരിക്കാൻ ഉള്ള മൂഡ് വരാൻ എന്ത് ചെയ്യണം? ഓക്കെ. പഠിക്കാൻ ഇരിക്കാനുള്ള മൂഡ് വരാൻ എന്ത് ചെയ്യണം? ആരാണ്? അരുണിമ. ഓക്കെ. അരുണിമ, നമ്മള് പറയുന്ന നമ്മുടെ ഫോക്കസ് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോ ഈ പറഞ്ഞ 2-3 കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. അതായത് ഒന്ന് നമ്മുടെ സ്ട്രെസ് ഒന്ന് പോസിറ്റീവ് ആയിട്ടിരിക്കണം, നമ്മുടെ ഒരു എന്തൂസിയാസം വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരണം. നമ്മുടെ സ്ട്രെസ് എപ്പോഴും ഒരു പോസിറ്റീവ് ലെവലിൽ നിർത്താനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എപ്പോഴും വരണം. അപ്പോൾ അരുണിമയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഈ പറഞ്ഞ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ ഇടയ്ക്കൊന്ന് ചെയ്തോ. ഇപ്പൊ ഒരു പാട്ട് പാടാൻ അരുണിമയ്ക്ക് ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു മൂഡിലേക്ക് എത്തും. നമ്മുടെ മെയിൻ ഫോക്കസ് എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ഒരു എളുപ്പ വഴി വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മൈൻഡിൽ ഒരു കാര്യം പറഞ്ഞ് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് ആകെ ഇനി ഒരു 1 മന്ത് ടൈം ബാക്കിയുള്ളൂ. ഈ ഒരു 1 മന്ത് അത്രയും എഫക്റ്റീവ് ആയിട്ട്
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം എന്നുള്ള ഒരു തോട്ടെങ്കിലും മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അരുണിമയ്ക്ക് ഈ ഒരു 1 മന്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി ആ ഒരു കാര്യത്തില്. അതായത് നമ്മുടെ മൈൻഡാണ് വേണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്, ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂടൊക്കെ തന്നെ വന്നോളും. പിന്നെ ഇങ്ങനത്തെ ചില ടെക്നിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയൊരു 1 മന്ത് ഉള്ളോ എന്നുള്ളൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ശരിയാണല്ലോ, ഒരു 1 മന്ത് മാത്രം ഇനി നമ്മളൊന്ന് മാക്സിമം ട്രൈ ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി, ഒന്ന് ഫ്രീ ആയിട്ടുള്ള കുറെ ടൈമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഇതിലും എളുപ്പമുള്ള മെത്തേഡ്സ് വേറെ ഉണ്ടാവും കേട്ടോ. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ ഒരു എളുപ്പമുള്ള ഒരു മെത്തേഡ്, ഒന്ന് മനസ്സിനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാനുള്ള ഒരു മെത്തേഡ് നോക്കിയാൽ മതിയായിരിക്കും. ഓക്കെ സാർ, പഠിച്ചിട്ടൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ആരാണ് സയൻതാന? ഓക്കെ, അതിനുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ട് ഓർമ്മ കിട്ടാത്തതെന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് റീസൺസിലേക്ക് എത്തുള്ളൂ. കാരണം പല റീസൺസ് വരാം. ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വേണ്ട രീതിയിലുള്ള എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാവാം, ചില ടോപ്പിക്സിനോടുള്ള നമ്മുടെ ഇഷ്ടക്കേടാവാം. അപ്പൊ ആ ഇഷ്ടക്കേട് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ആ ഒരു സബ്ജക്ട് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള ഒരാളുടെ അടുത്ത് ഒന്ന് കുറച്ച് ടിപ്സ് ഒക്കെ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മാത്സ് ആണെങ്കിൽ മാത്സ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ടീച്ചറിന്റെ അടുത്തോ ഒരു ഫ്രണ്ടിന്റെ അടുത്തോ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്താലാണ് ചിലവർക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നിങ്ങൾ കമ്പയർ ചെയ്യും ചില സമയത്ത്, മറ്റൊരു പെട്ടെന്ന് എല്ലാവരും ഓർമ്മ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കമ്പയർ ചെയ്യും. ആ കമ്പാരിസൺ നടത്താതിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചധികം ടൈം റിവൈസ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് എഴുതി പഠിച്ചാലോ ഒന്ന് വരച്ചു പഠിച്ചാലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുക. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സ്ട്രെസ്സിന്റെ സിറ്റുവേഷൻ വരിക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് അതെന്താണെന്ന് ആദ്യം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, ഇന്ന് പഠിക്കാൻ എന്ന് വിചാരിക്കും, പക്ഷെ പഠിക്കാൻ ഇരിക്കുമ്പോൾ നാളെ പഠിച്ചാൽ മതി എന്ന് ആവും തോന്നൽ. അതിന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണല്ലോ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ ടൈം ടേബിൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന നിങ്ങൾ തന്നെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് സെറ്റ് ആക്കുക. അപ്പൊ ആ ടൈം ടേബിളിൽ ഉള്ള ടോപ്പിക്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. ആ ടോപ്പിക്സ് കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക പോയിട്ട്. സോ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിനെ പറഞ്ഞ് സെറ്റ് ആക്കണം. ഞാൻ നേരത്തെ ആ ആളുടെ അടുത്ത് പറഞ്ഞ ഒരു ടെക്നിക്ക് വീണ്ടും പറയാണ്. അതായത് ഇനി ഒരു 1 മന്ത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ഒരു എഫേർട്ട് എടുത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇടുന്ന എഫേർട്ട് മാക്സിമം ഇടുക ഈ ഒരു 1 മന്ത്. ബാക്കി നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ് പിന്നെ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്യാം. പഠിക്കുന്ന സമയത്ത് ഫോൺ ഇടയ്ക്കിടെ നോക്കാൻ തോന്നും. അതൊരു നോർമൽ ടെൻഡൻസിയാണ്. എല്ലാവർക്കും പല ഡിസ്ട്രാക്ഷൻസ് വരിക എന്നുള്ളത്. ഫോൺ തന്നെയാണെന്നില്ല, പല ഡിസ്ട്രാക്ഷൻസ് വരാം. പ്രത്യേകിച്ച് നിങ്ങൾ ഓൺലൈൻ മോഡിലേക്കൂടെ പഠിക്കുമ്പോൾ ഫോണിലേക്ക് ഒരു ശ്രദ്ധ എപ്പോഴും വരാം. സോ ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യം തന്നെയുള്ളൂ. നമ്മുടെ ഫോക്കസ് എന്താണെന്നുള്ളത് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള ടൈം ടേബിളിലേക്കും ഫോക്കസ് ചെയ്യാം. നമ്മളെപ്പോഴും കുറച്ച് ടാർഗറ്റേ ഉള്ളൂ. ഇപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ള ആ ഒരു ടൈം ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ പരമാവധി എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ നമ്മുടെ ഒപ്റ്റിമം ലെവൽ ഓഫ് ഒരു സ്ട്രെസ് ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആണ്. നമ്മുടെ ഫോക്കസിൽ നിന്ന് മാറില്ല. നമ്മൾ ആ ഒരു എനർജി എന്നുള്ള ഒരു അല്ലെങ്കിൽ ഫോക്കസിൽ നിന്ന് മാറി പോകുമ്പോഴാണ് ചില ഒരു ഉറക്കക്ഷീണോ അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇനി ഒരു 1 മന്ത് ഉള്ളൂ. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കുക. ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഫോൺ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ആപ്സിൽ എൻഗേജ്ഡ് ആയി പോകുന്നു. അതിനെല്ലാം ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് നമുക്ക് ഓൺലൈൻ മോഡിൽ ഒരുപാട് കാര്യങ്ങളിൽ യൂസ് ഉണ്ട്. ആപ്പുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൈഡ് മാത്രം നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മനസ്സിനെ പറഞ്ഞു ഒന്ന് സെറ്റ് ആക്കുക തന്നെ വേണം. അതായത് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ടൈം ഷെഡ്യൂളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തന്നെ അതൊന്ന് ടൈം ഷെഡ്യൂൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ ടാർഗറ്റ് ഡേറ്റുകളൊന്ന് വെക്കുക. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കേണ്ട ടാർഗറ്റ് മാത്രമല്ല, ഇത് എന്ന് അവസാനിക്കാൻ പോകുന്നതെന്നുള്ള ടാർഗറ്റും കൂടി ഒന്ന് വെക്കുക. നിങ്ങൾ മാർച്ച് 17-നല്ലേ നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത്, അന്ന് മുതൽ പിന്നെ എന്ന് വരെയുള്ള എക്സാം. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഒരു ഷെഡ്യൂൾ ഇനി ബാക്കിയുള്ളൂ നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അത്രയ്ക്കുള്ള ഒരു ടെൻഷൻ ആവശ്യമുള്ളൂ. അത്ര ഒരു ടൈമിൽ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ മാക്സിമം ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള അതിനെ ഒന്ന് മൈൻഡിനെ ട്യൂൺ ചെയ്തെടുക്കുക. അത്രേ നമ്മൾ ആവശ്യമുള്ളൂ. ഇപ്പൊ ഇത്രയും കുറഞ്ഞൊരു സ്റ്റേജിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ മെത്തേഡ്സ് ആണ് ഏറ്റവും ബെറ്റർ. സാർ ഇനി ഒരു മന്ത് ഉള്ളെന്ന് വിചാരിച്ച ഓവർ സ്ട്രെസ്ഡ് ആവും. അതാ പറഞ്ഞ അതിന്റെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കാതെ ഒരു മന്ത് കൂടി ഉള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ
അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം എന്നുള്ള അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ കോൺഫിഡന്റ് ആവാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ പറഞ്ഞ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്താൽ പോരെ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിന്റെ ഫുൾ കൺട്രോൾ ഉണ്ട്, നിങ്ങളുടെ ഈ പറയുന്ന എന്താ പറയാ, യു ആർ ദ ബോസ് ഓഫ് ഓൾ മൈ സ്ട്രെസ്സസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കീവേഡ് നിങ്ങൾക്ക്, നമ്മളിപ്പം കോഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഞങ്ങൾക്ക് നമ്മളിപ്പോ ഒരു ബൈബിളിലൊക്കെ കോഡ്സ് പറയുകയാണെങ്കിൽ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയും. അങ്ങനത്തെ കുറെ കോഡ്സ് നിങ്ങൾ മനസ്സിലൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സോ ആ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. കാരണം നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോഡ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഒന്നും വറി ചെയ്യാനില്ല. കാരണം ബാക്കിയുള്ളത് ദൈവം ചെയ്തോളും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. സോ ആ അങ്ങനത്തെ എന്തെങ്കിലും ടിപ്സ് നിങ്ങളുടെ മനസ്സിൽ കയറ്റുക. ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സ് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ എഫക്റ്റീവ് ആയിട്ട് തോന്നാം. നിങ്ങൾ തന്നെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും അതാണ് കുട്ടികളുടെ അടുത്ത് പറയാം, നിങ്ങൾ തന്നെ അതിനുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡ്സും കണ്ടുപിടിക്കുക. അതുപോലെ ഇതുപോലെ മനസ്സിൽ വരേണ്ട കുറച്ച് കോഡ്സ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മനസ്സിൽ വരേണ്ട റിപ്പീറ്റ് ചെയ്യേണ്ട കുറച്ച് കോഡ്സ് ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന ടൈമിലൊക്കെ ആ ഒരു കോഡ് മനസ്സിൽ എപ്പോഴും 1-2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളി കോൺഫിഡന്റ് ആയി. പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, അത്രയും എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് വരിക. ഓക്കെ, യെസ്, എനിക്ക് തോന്നുന്നു ടൈം ആയിട്ടുണ്ട്. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. ഫീഡ്ബാക്ക് ഫോം ചാറ്റ് ബോക്സിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാറ്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Okay. Hello. So, my duty assigned on MBiju PV from the Department of Mechanical Engineering. The duty assigned on me is to give the vote of thanks to all. Initially, I am giving in the name of Vidya Social Empowerment Center and the members of all the family members in Vidya. I am extending my thanks to the participants, students, our blessed students and teachers and parents. And secondly, I am extending my sincere thanks to Professor Anil Paul from the Department of Mechanical Engineering for giving a wonderful talk about the stress management and how we can excel in the exams. That is highly beneficial for the 10th level students. And also extending my thanks to all the organizers of this program. Thank you to all. Thank you all.